നമസ്കാരം. കൊച്ചിക്ക് പിന്നാലെ തലസ്ഥാന നഗരിയിലേക്ക് കൂടി മെട്രോ എത്തുന്നതിന്റെ ത്രില്ലിലായിരുന്നു ഇതുവരെ മലയാളികൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വസിക്കുന്ന നഗരമെന്ന നിലയിൽ തിരുവനന്തപുരത്ത് മെട്രോ വളരെ വലിയൊരു കൂട്ടിച്ചേർക്കൽ തന്നെയാവും എന്നായിരുന്നു വിലയിരുത്തപ്പെട്ടത്. എന്നാൽ ഇതിനുമേൽ കരിനിഴൽ വീഴ്ത്തുന്ന ചർച്ചകളാണ് അടുത്തിടെയായി കൂടുതലായി നടക്കുന്നത്. ജനസംഖ്യയിലെ കുറവ് ചൂണ്ടിക്കാട്ടി കോയമ്പത്തൂർ മെട്രോയ്ക്കും മധുരൈ മെട്രോയ്ക്കും കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു. അതിനാലാണ് ഇപ്പോൾ തിരുവനന്തപുരവും പെട്ടിരിക്കുന്നത്. 2011 സെൻസസ് പ്രകാരം കോയമ്പത്തൂരിൽ ജനസംഖ്യ 15 ലക്ഷത്തിന്റെ അടുത്താണ്. എന്നാൽ 2017 കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച നയപ്രകാരം 20 ലക്ഷമെങ്കിലും ജനസംഖ്യ ഉള്ള നഗരങ്ങൾക്ക് മാത്രമേ മെട്രോ റെയിൽ അനുവദിക്കൂ എന്നായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കോയമ്പത്തൂർ, മധുര എന്നിവയ്ക്ക് പിന്നാലെ തിരുവനന്തപുരത്തെ മെട്രോയ്ക്കും കേന്ദ്രം ചുവന്ന കൊടി കാണിക്കുമോ എന്ന ആശങ്ക ഉയരുന്നത്. ഒരുപക്ഷെ ദക്ഷിണേന്ത്യൻ നഗരമെന്ന നിലയിൽ കേന്ദ്രം ഭരിക്കുന്ന BJP തിരുവനന്തപുരം മെട്രോയ്ക്ക് സമർപ്പിക്കുന്ന അപേക്ഷ ഏകപക്ഷീയമായി തള്ളിക്കളയുമെന്ന പ്രചാരണവും ശക്തമാണ്. ജനസംഖ്യ അതിനൊരു നിമിത്തമാവുമെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജനസംഖ്യാ മാനദണ്ഡം ഉയർത്തിപ്പിടിക്കുമ്പോഴും ഉത്തരേന്ത്യൻ നഗരങ്ങളുടെ കാര്യത്തിൽ ഇത്തരം കടുംപിടുത്തങ്ങൾ നല്ലതല്ല എന്നാണ് യാഥാർത്ഥ്യം. മധുര, കോയമ്പത്തൂർ എന്നിവയ്ക്ക് മെട്രോ നിഷേധിക്കാൻ കേന്ദ്രം പറഞ്ഞ അതേ കാരണങ്ങൾ നിലവിലുണ്ടായിട്ടും ഈ 3 നഗരങ്ങൾക്ക് മെട്രോ ലഭിച്ചിട്ടുണ്ടെന്ന സുപ്രധാന കാര്യവും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതേ പരിഗണന തിരുവനന്തപുരത്തിനും കിട്ടുമോ എന്ന് മാത്രമാണ് അറിയേണ്ടത്. 2016 അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശ് സർക്കാർ ആഗ്ര മെട്രോയ്ക്ക് വേണ്ടി സമർപ്പിച്ച DPR 2017 സ്ഥാപിക്കപ്പെട്ട പുതിയ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന കാരണം പറഞ്ഞ് കേന്ദ്രം തള്ളിക്കളയുകയായിരുന്നു. പിന്നീട് യോഗി ആദിത്യനാഥിന്റെ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ പുതിയ DPR സമർപ്പിക്കുകയും മെട്രോയ്ക്കുള്ള അംഗീകാരം നേടുകയും ചെയ്തു. 2011 സെൻസസ് പ്രകാരം ആഗ്ര നഗരത്തിലെ ജനസംഖ്യ ഏകദേശം 2 കോടി അടുപ്പിച്ചു വരും. അതായത് കേന്ദ്രം മുന്നോട്ട് വെച്ച 20 ലക്ഷം ജനസംഖ്യ എന്ന കണക്കിലും എത്രയോ താഴെയാണ് എന്നാണ് അർത്ഥം. എന്നിട്ടും അവിടെ മെട്രോയ്ക്ക് അംഗീകാരം ലഭിച്ചു. അതേ പരിഗണന തന്നെയാണ് തിരുവനന്തപുരം കേന്ദ്രത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആഗ്രയ്ക്ക് പുറമെ മീററ്റ്, കാൺപൂർ എന്നീ നഗരങ്ങളിൽ മെട്രോയ്ക്ക് പണിയാൻ യോഗി സർക്കാർ വെച്ച DPRും കേന്ദ്രം പിന്നാലെ അംഗീകരിക്കായിരുന്നു. മീററ്റ് നഗരത്തിലെ ജനസംഖ്യ 2011 സെൻസസ് പ്രകാരം 13 ലക്ഷമാണ് കണക്കാക്കുന്നത്. എങ്കിലും കാൺപൂർ നഗരത്തിലെ ജനസംഖ്യ 2017 മാനദണ്ഡം അനുസരിക്കാനുള്ള അത്രയും ഉണ്ടായിരുന്നു. നിലവിൽ കീറാമുട്ടിയായി നിൽക്കുന്ന ജനസംഖ്യാ മാനദണ്ഡം മാത്രം മുൻനിർത്തി മെട്രോ അനുവദിക്കുന്നത് തെറ്റാണ് എന്ന വാദമായിരുന്നു കേരളം പ്രധാനമായും ഉയർത്തുക. മറ്റൊരു പ്രധാന കാര്യം എന്തെന്നാൽ തിരുവനന്തപുരം തലസ്ഥാന നഗരമാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ദിനംപ്രതി നഗരത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അതുകൂടി പരിഗണിക്കണമെന്ന ആവശ്യവും കേന്ദ്ര സർക്കാരിനോട് കേരളം ആവശ്യപ്പെടുകയാണ്. കൂടാതെ റെയിൽവേ സ്റ്റേഷനുകളിലെയും വിമാനത്താവളങ്ങളിലെയും കണക്കുകൾ കൂടി സംസ്ഥാനം നിരത്തും. റെയിൽവേയുടെ കണക്കുകൾ പ്രകാരം സെൻട്രൽ സ്റ്റേഷൻ NSG 2ലും അതോടൊപ്പം തന്നെ കൊച്ചുവേളി NSG 3 ഭാഗത്തിലുമാണ്. 1 കോടി മുതൽ 2 കോടി വരെ യാത്രക്കാരെത്തുന്ന സ്റ്റേഷനുകളാണ് NSG 2ലും. അതോടൊപ്പം തന്നെ 50 ലക്ഷം മുതൽ 1 കോടി വരെ എത്തുന്ന സ്റ്റേഷനുകൾ NSG 3ലുമാണ്. ഇതും കേരളം ഉയർത്തിക്കാട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.